ഹല്ലേലൂയ. വളരെ എരിവോടൊക്കെ നിൽക്കണം. എന്തായാലും നോമ്പുകാലമാണ്, തീഷ്ണതയുടെ എരിവിൻ്റെയും കാലമാണ്. നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം വായിക്കാം. അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകുകയില്ല. അതിൻ്റെ അടിക്കുറിപ്പായിട്ട് എഴുതിയിരിക്കുന്നത് വായിക്കാമോ? അടിക്കുറിപ്പായിട്ട് അതിൻ്റെ താഴെ 9:29 പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ എന്ന് ചില പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു. അപ്പോൾ ഈ വർഗം ഏത് വർഗം? മനുഷ്യവർഗമോ പിശാച്? നമുക്കറിയാം, നമ്മുടെ ഈ ആദ്യശനി ശുശ്രൂഷയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നാരകീയ ശക്തികൾക്കെതിരെയുള്ള ശക്തമായ പ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ വിടുതൽ ശുശ്രൂഷകളാണ്. പല ആളുകളും ജീവിതത്തിൽ കരകയറാതെ, ഗതി പിടിക്കാതെ, ഒരു ഉണർവുണ്ടാകാതെ കഴിയുന്നതിൻ്റെ കാരണം പണമില്ലാഞ്ഞിട്ടല്ല, ഡിഗ്രി ഇല്ലാഞ്ഞിട്ടല്ല, അറിവില്ലാഞ്ഞിട്ടല്ല, ബന്ധുബലമില്ലാഞ്ഞിട്ടല്ല, നല്ല കഴിവുകളില്ലാഞ്ഞിട്ടല്ല, എല്ലാമുണ്ട്. പക്ഷേ ഒരു മേൽഗതി ഉണ്ടാകാത്തതിൻ്റെ കാര്യം അദൃശ്യമായ ചില ശക്തികളാണെന്ന് കഴിഞ്ഞ 27 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഈ ആദ്യ ശനി സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, വിടുതൽ ശുശ്രൂഷകൾ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയാണ് കർത്താവ് ഇവിടെ ഒരുക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, ഈ ആദ്യ ശനിയിൽ ഇവിടെ വലിയ കൃപകൾ കർത്താവ് ഒരുക്കും. അതായത് ഇവിടെ കാല് ചവിട്ടുന്നവർക്ക് ഒരു വലിയ വിടുതൽ കർത്താവ് ഒരുക്കും. നമ്മൾ 2-3 ദിവസമൊക്കെ ഇങ്ങനെ 2-3 വർഷമൊക്കെ മാസമൊന്നും വന്നിട്ടും ഒരു വിടുതലില്ലല്ലോ എന്നൊക്കെ കരുതിയിരിക്കുന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ദൈവം ഇവിടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അവൻ പറഞ്ഞു, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവില്ല. അതുകൊണ്ടാണ് ഇന്നേ ദിവസം നമ്മളൊരു ഉപവാസ ദിവസമാണ്. ഉപവസിച്ചിട്ടാണ് പലരും ഇവിടെ ഈ പ്രാർത്ഥന നടത്തുന്നത്. 2, ഇവിടെ ഈ പ്രാർത്ഥന ഒരുപാട് ഒരുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ നോക്കുന്നു, ഇവിടെ തകൃതിയിൽ ഒരു നിത്യാരാധന ചാപ്പൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല. 24 മണിക്കൂറും ഈശോ എഴുന്നള്ളിച്ച് വെച്ച് അവിടെ ആരാധന, അതിനുവേണ്ടി ദൈവം ആളുകളെ ഒരുക്കും. ഇടതടവില്ലാതെ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് 100 പേരെ ഇടതടവില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന 100 പേരെ ഈ മണ്ണിൽ ഒരുക്കണമേ എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ബ്രേക്ക് ഇല്ലാതെ നിരന്തരം ആരാധന ഇവിടെ നടക്കും, രാത്രിയിലും പകലും. അതിനുവേണ്ടി ഞാനൊരു 100 പേരെ ചോദിച്ചിട്ടുണ്ട്. അതിന് താല്പര്യമുള്ളവരൊക്കെ പേര് സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്യണം. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉപവാസം അതുപോലെ പ്രാർത്ഥന, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ വർഗത്തെ പുറത്താക്കണമെന്ന് പറയുന്നത്? ഈ പിശാചിൻ്റെ പ്രധാന പണി എന്താണെന്നറിയാമോ? നന്മയെ എതിർക്കുക. അതായത് നിങ്ങളുടെ കുടുംബം ഒരു നല്ല കുടുംബമായിരുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ നല്ല സ്വപ്നങ്ങളായിരുന്നു, നിങ്ങളുടെ മക്കള് നല്ല ഒരാൾ വന്ന് എന്നോട്, എൻ്റെ കുഞ്ഞ് വളരെ പോസിറ്റീവ് എനർജി ഉള്ളൊരു കുഞ്ഞാണ് അച്ഛൻ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പോസിറ്റീവ് എനർജിയുള്ള നന്മയുള്ള സാഹചര്യമായിരുന്നു നമുക്ക്. പക്ഷേ പിശാച് ചെയ്യുന്നതെന്നറിയാം, അവൻ്റെ പ്രധാന പണി നന്മ എവിടെ കാണുന്നോ അതിനവൻ തുരങ്കം വെക്കും, അതിനവൻ പണി തരും, നന്മയെ നശിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മുടെ മുഖമൊക്കെ എന്ത് നല്ല നല്ല സൂര്യനെ പോലിരുന്ന മുഖമായിരുന്നു, നല്ല ചൂട്, നല്ല. ഇപ്പം കണ്ടില്ലേ, ചിരിക്കാൻ അറിയത്തില്ല. ചിരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, ചിരി ഇങ്ങോട്ട് വരുന്നില്ല, ഒരു ഇളിയൊക്കെ വരുന്നുള്ളൂ, ചിരി അങ്ങോട്ട് വരുന്നില്ല, ഒരു തെളിഞ്ഞത് വരുന്നില്ല. നന്മയെ എതിർക്കുക, അതാണ് അവൻ്റെ പണി. അവന് സന്തോഷം പങ്കിടാൻ പറ്റും, ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല. അവനൊരു ബന്ധമുണ്ടെങ്കിൽ മുറിച്ച് കളയും, അവനൊരു ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കെടുത്തിക്കളയും.
അവൻ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടുവരും, അവനതിനെ വലിച്ചു തള്ളി തറയിടും. അതിനവൻ ഏത് കൗശലവും പ്രയോഗിക്കും. അതുകൊണ്ടാണ് പിശാചിനെ കുറിച്ച് ഈ ഇടയ്ക്ക് വായിച്ച ഒരു നിർവചനം ഞാൻ നിങ്ങളോട്, പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങളിൽ ഒന്ന് വായിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? പ്രഭാഷകൻ 11-29 മുതൽ. അതായത് എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ അല്ല. ഹല്ലേലൂയ. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരൻ്റെ ഉപായങ്ങൾ നിരവധിയാണ്. ഈ പിശാചുമായി ബന്ധപ്പെട്ടാണ്, നമ്മൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടല്ല. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. ഈ സ്വാധീനമുള്ള ആളുകളുടെ കൂടെ അവനും ഇങ്ങ് വരും. ഈ അളിയനും വന്നിട്ട് അവൻ്റെ കൗശലങ്ങൾ വളരെ വലുതാണ്, നിരവധിയാണ്. എന്നിട്ട് പറയാണ്, കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവൃത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. ഇതാണ് പിശാചിന്റെ പണി. സൽപ്രവൃത്തികൾ ചെയ്താലും കുറ്റം, നന്മ ചെയ്താലും കുറ്റം. നമ്മൾ വിചാരിക്കും ഇതെന്താ ഇത് ആളുകൾക്ക് മനസ്സിലാകാത്തെ? ഇത്രയും ഞാൻ കിടന്ന് അധ്വാനിച്ചിട്ട് ചോര നീരാക്കി പണിതിട്ട് ഈ നന്മയൊന്നും ആരും കാണുന്നില്ലേ? പിന്നെയും കുറ്റം പറയുന്നത് എന്താ? ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാട് മുഴുവൻ. എന്നിട്ട് ഇതുങ്ങൾ തിരിഞ്ഞു നോക്ക്, എന്നിട്ടും എനിക്കല്ല കുറ്റം. പ്രിയപ്പെട്ടവരെ, ഇവന്റെ പേരാണ് കൗശലക്കാരൻ. ഇവൻ നന്മയെ എതിർക്കും, നന്മയെ പുറത്തു കൊണ്ടുവരാൻ സമ്മതിക്കുകയില്ല. നന്മ ആളുകൾക്ക് മനസ്സിലാക്കാൻ കൊടുക്കത്തില്ല. നമ്മൾ എന്തുമാത്രം നന്മ ചെയ്താലും ആളുകൾക്ക് പിടികിട്ടുകയില്ല. അവർ പറയും, ഈ മമ്മിക്ക് എന്നാ അറിയാം, കുന്തം. ഇതാരാ പറഞ്ഞേ? ഞാനല്ല. ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരൻ പിശാച് അവൻ വീട്ടിൽ വന്നാലുള്ള നന്മയെ എതിർക്കും. എന്നിട്ട് പറയാണ്, ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ തിന്മയുടെ സ്വാധീനമുള്ള ആളുകളെ നമ്മൾ കഴിയുന്നത്ര ഒഴിവാക്കണം. ഈ നെഗറ്റീവ് എനർജി ഉള്ളവരെ നമ്മൾ അവരെ മാറ്റി നിർത്തണം, ഒഴിവാക്കി നിർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. യോഹന്നാൻ 17:9 ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടി അല്ല. അതായത് കർത്താവിനൊരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. കർത്താവ് തനിക്ക് കിട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിനു വേണ്ടിയല്ല. കർത്താവിനറിയാം ഇങ്ങനെ കൗശലക്കാരൻ്റെ ഉപായങ്ങളിൽപ്പെട്ട് തന്ത്രങ്ങളുമായി നന്മയെ എതിർത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, നമുക്ക് ഈ കൗശലക്കാരൻ്റെ ഉപായങ്ങൾ നിരവധിയാണ്. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. അതാണ് 31-ാമത്തെ വാക്യം. വായിക്കാമോ? നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കാൻ. ഇതാണ് പിശാചിന്റെ കെണി. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നോമ്പുകാലം ഈ വർഗത്തെ പുറത്താക്കണമെങ്കിൽ പ്രാർത്ഥനയും പിന്നെ ഉപവാസവും, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പിശാചിൻ്റെ കെണികളെ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് ഉള്ളിൽ കടന്നാലുണ്ടല്ലോ പിന്നീട് നമുക്ക് വലിയ അപകടം. അതുകൊണ്ട് പ്രാർത്ഥനയും ഉപവാസവും ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. ആദ്യമേ ഉപവാസം, അതാകുമ്പോഴേ ഇച്ചിരൂടെ വിശക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വിശപ്പായി കഴിഞ്ഞാൽ പിന്നെ തല കയറിയില്ലെങ്കിലോ. അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, വിശപ്പായി, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ
പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈശോ പറഞ്ഞ ഈ വർഗം പുറത്തു പോകണമെങ്കിൽ ഉപവാസം അഥവാ ഭക്ഷണത്തെ നിയന്ത്രിക്കണം എന്ന് പറയാൻ കാര്യം? ഈ ഭക്ഷണാസക്തി മൂലമാണ് ഈ പാപം ആദ്യമേ ഭൂമിയിലേക്ക് വന്നത്. ഈ വിലക്കപ്പെട്ട കനി തിന്നരുത്, ഭക്ഷിക്കരുതെന്ന് പറയും. പക്ഷേ ഹവ്വ ഭക്ഷിച്ചു, ആദാമിനും കൊടുത്തു. അതോടുകൂടി പാപം ഭൂമിയിൽ പിറന്നു. അതുകൊണ്ടാണ് ഈ ഭക്ഷണാസക്തി മൂലമാണ് പാപം എൻട്രി ചെയ്യുക. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ല. ഇപ്പം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയേ, ഈ ഭോജനാസക്തി എന്ന് പറയുന്നത് വലിയൊരു ആത്മീയ അപകടമാണ്. നമ്മൾ ഉപവാസത്തെക്കുറിച്ച് ചിന്തിക്കുക. അനേകർ ജീവിക്കുന്നത് ഈ കാലത്ത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നവർ വളരെ കുറവായി. അതുകൊണ്ട് ഈ നോമ്പ് കാലം നമുക്ക് രുചിയുടെ ഈ അടിമത്തത്തെക്കുറിച്ചൊരു അറിവുണ്ടാകണം, അല്ലേ? പരസ്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയേ. ഇടിവെട്ട് മീൻകറി. എൻ്റെ ദൈവമേ, നോമ്പ് കാലത്ത് ഇതൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛ ആകെപ്പാടെ ഇങ്ങനെ, അല്ലേ? പൊട്ടും ആട്ടിറച്ചി ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു രുചിയുടെ അടിമത്തത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഇതെല്ലായിടത്തും, അല്ലേ? നല്ല പരസ്യമാണ്. നല്ല അസൽ പഴംപൊരിയും പോത്തിറച്ചിയും. ഹല്ലേലൂയ. ഉറക്കം പോയെന്നാ തോന്നുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുതൽ രുചി, കൂടുതൽ ആരോഗ്യം. കെണിയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ലോകത്തിൻ്റെ അധിപൻ അവൻ ഈ നന്മയെല്ലാം തിന്മയാക്കുകയാണ്. ഉപവാസം എന്ന് പറയുന്ന ഒരു നന്മയെ തിന്മയാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള ഈ ക്യാപ്ഷൻസ് തന്നുകൊണ്ടാണ്. കൂടുതൽ രുചി, കൂടുതൽ ആരോഗ്യം, മേളം മസാല. ഹല്ലേലൂയ. ഈ ഒരു പരസ്യം വളരെ രസകരമാണ്. ഞാൻ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. തോട്ടത്തിലെ ആപ്പിൾ കഴിക്കല്ലേ കഴിക്കല്ലേ എന്ന് ദൈവം പറഞ്ഞിട്ട് കേട്ടില്ല. പിന്നെ കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ ബീഫ്. നിങ്ങൾക്ക് മനസ്സിലായോ? അത് മനസ്സിലായിട്ടുണ്ടാവും. തോട്ടത്തിലെ ആപ്പിൾ കഴിക്കല്ലേ കഴിക്കല്ലേ എന്നാണ് ദൈവം പറഞ്ഞു. എന്നിട്ടും അത് കഴിച്ച്. പിന്നല്ലേ കുരുമുളകിട്ട് വരട്ടിയ ബീഫ് എന്ന് പറഞ്ഞാൽ ഈ രുചിയുടെ ഒരു പ്രസൻറ്റേഷനാണ് ഇന്ന് ലോകത്തുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബർഗറിൻ്റെ ഒരു പരസ്യം കണ്ടത്, ഈ വാകീറിയ ദൈവം ബർഗറിനെ കുറിച്ച് ഓർത്തില്ലല്ലോ. ഓർത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കീറിയ വാ തന്നെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവനും അവതരിപ്പിക്കുന്നത് കുറേ കൂടി രുചിയുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഇവിടെയാണ് ഈ രുചിയുടെ അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപടി ആൾക്കാരെ ദൈവം പിടിച്ചു മാറ്റി നിർത്തിയിട്ട് ദൈവം പറയുകയാണ്, എൻ്റെ പൊന്നുമക്കളെ, ഈ രുചിയുടെ അടിമത്തത്തിൽ നിന്ന് നീ വഴിമാറി നടന്നാൽ, ഈ ആസക്തിയുടെ ലോകത്ത് നീ വഴിമാറി നടന്നാൽ നിന്റെ കുടുംബത്തെ വേട്ടയാടുന്ന വർഗം പുറത്തു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. നമ്മുടെ പദ്ധതി അല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം തൻ്റെ പ്രോജക്റ്റുകളെ മാത്രമേ ആശീർവദിക്കുകയുള്ളൂ. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ. നേരിട്ട് പറയാം, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുരാതന കാലം മുതലേ പിശാചിൻ്റെ ഏറ്റവും വലിയൊരു കെണിയാണ് ഈ ഭക്ഷണാസക്തി. നിങ്ങൾക്കറിയാം, പണ്ട് റോമിൽ ഈ കൈ കഴുകാൻ, പാത്രം കഴുകാനൊക്കെയുള്ള സ്ഥലം പോലെ തന്നെ ഛർദ്ദിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. വൊമിറ്റേറിയം എന്നാണ് അത് പറയുന്നത്. വൊമിറ്റ് ചെയ്യാനുള്ള സ്ഥലം.
എന്ന് പറഞ്ഞാൽ മൂക്കുപൊട്ട കഴിക്കുക, അണ്ണാക്കിലോട്ട് വിരലിടുക, ഛർദ്ദിച്ച് കളയുക, പിന്നെയും കഴിക്കുക. പിന്നെ ഇതിനാണ് എപ്പിക്യൂറിയനിസം. അങ്ങനെ ഒരു 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 തത്വചിന്ത പോലും ഉണ്ടായിരുന്നു. ഈ ലോകം എനിക്ക് ആസ്വദിക്കാനാ, ഇത് കഴിഞ്ഞിട്ടൊരു ലോകമൊന്നുമില്ല, ഇവിടെ വെച്ച് സന്തോഷിച്ചോണം, ആവശ്യത്തിന് എൻജോയ് ചെയ്തോണം. നമ്മുടെ കൂട്ടുകാരെ ഒന്ന് എടുത്താൽ മതി. പിയർ ഗ്രൂപ്പ് പ്രഷറിലൊക്കെ പെട്ടുപോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കൂടെ ആഘോഷങ്ങളാണ്. ബർത്ത്ഡേ, പിക്നിക്ക്, അവിടെ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ ഈ ആഘോഷങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഈ ആഘോഷങ്ങൾ വേണ്ട എന്നല്ല, ഈ ആഘോഷങ്ങൾക്കിടയിൽ ദൈവം ഒരു 50 ദിവസം വെഞ്ചരിച്ച് മാറ്റി തരിക. എന്തിനാണെന്നറിയാമോ? 24 മണിക്കൂർ 365 ദിവസവും നീ ആഘോഷങ്ങളിൽ പെട്ടാൽ, ഈ ആസക്തിയുടെ ലോകത്ത് പെട്ടാൽ, രുചിയുടെ അടിമത്തത്തിൽ പെട്ടാൽ ഈ വർഗം പുറത്തു പോവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കാതിരിക്കാനല്ല ഈശോ പറഞ്ഞത്. ഈശോയും നല്ല ഭക്ഷണം എൻജോയ് ചെയ്ത ആളാ. ലാസറിന്റെ വീട്ടില്, കുഷ്ഠരോഗിയ ശമയോന്റെ വീട്ടിലൊക്കെ ചെന്നപ്പോ ഈശോ നല്ല ഫുഡ് എൻജോയ് ചെയ്ത. പക്ഷെ ഈശോ ഒരു 40 ദിവസം ഉപവാസത്തിന് മാറ്റിവെച്ചു. ജീവിതം ബാലൻസ്ഡ് ആകണം. നല്ല ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില നാളുകൾ ദൈവം, സഭ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് വിലപ്പെട്ടതായി കാണണം. ഉപവസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ, നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ആത്മീയ ജീവിതത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ് അമിതമായ ഭക്ഷണാസക്തി. ഞാനീ പറയുന്നത് ശരി ശ്രദ്ധിക്കണേ. ഇത് അമിതമായ ഈ കുറച്ച് നാൾ കഴിച്ച ശരീരമെല്ലാം എന്താ ഇപ്പം 110 കിലോ ആയി, 6 അടി നീളം, അതിനൊക്കെ ചുറ്റുപാടും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാൽ 50 ദിവസം ഉപസിച്ച്, അതല്ല, ശരീരഭാരം കുറയ്ക്കാനുള്ള ക്ലാസ് അല്ല ഞാൻ എടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഡയറ്റ് പ്ലാനുകളൊക്കെ ഉണ്ട്. ആശുപത്രി ചെന്നാൽ മതി, ഡയറ്റീഷ്യനെ കണ്ടാൽ മതി. പക്ഷേ യൂട്യൂബൊക്കെ നോക്കിയാൽ മതി. നമ്മുടെ ശരീരം സ്ലിം ആകാൻ അതും പിശാചിൻ്റെ ഒരു കെണിയാണ്. നീ എന്തിനാണ് ഇത്രയും വണ്ണം വെച്ചുകൊണ്ട് നടക്കുന്നത്? സ്ലിം ആകൂ, എങ്കിലല്ല 4 പേര് നിന്നെ നോക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കെണിയെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആരോഗ്യം വർദ്ധിപ്പിച്ച് സൗന്ദര്യം നിലനിർത്തി ആകർഷകമായ വ്യക്തിത്വം ആർജിച്ചെടുക്കാനുള്ള സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ, പുസ്തകങ്ങൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, യൂട്യൂബ് ക്ലാസ്സുകൾ, വീഡിയോകളൊക്കെ ഇഷ്ടംപോലുണ്ട്. അതല്ല ബൈബിൾ പറയുന്നത്. ഭക്ഷണത്തിൽ നിന്ന് അകന്ന് നിൽക്കേണ്ട ചില കാലഘട്ടങ്ങളുണ്ട്. ഭക്ഷണത്തിൽ നിന്ന് നമ്മെ അകറ്റുക, അല്ലെങ്കിൽ നാം ഭക്ഷണത്തിൽ നിന്ന് അകലുക. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന സ്പിരിച്വാലിറ്റിയുടെ അടിത്തറയാണ്. അതായത് നിറഞ്ഞിരിക്കുന്ന ഒരു തീന്മേശയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളവ മാത്രം ഭക്ഷിക്കാനുള്ള ഒരു മാനസിക ആരോഗ്യമുണ്ടാകാൻ വേണമെങ്കിൽ നമുക്ക് പണമുണ്ട്, ഇഷ്ടംപോലെ നമുക്ക് ആഘോഷിക്കാം. പക്ഷേ ഇത് മതി. ശ്രദ്ധിക്കണം, ഭക്ഷണം വാങ്ങാതിരിക്കുന്നതോ, ഭക്ഷണം കാണാതിരിക്കുന്നതോ, ഭക്ഷണം ഉണ്ടാക്കാതിരിക്കുന്നതോ അല്ല. അതല്ല ഭക്ഷണാസക്തിയെ ശമിപ്പിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തില് ഭക്ഷണ ആസക്തി നമ്മൾ വേണ്ട ആസക്തി കുറയ്ക്കുമ്പോൾ, അതായത് ഇത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നോക്കിയേ, ഈ വഴിയോര കടകള്, അലങ്കരിച്ച റെസ്റ്റോറൻറ്റുകള്, ഇവിടെ പാകപ്പെട്ടൊരു മനസ്സ് നമുക്ക് ഈ നോമ്പ് കാലത്തുണ്ടാകുമോ? അതുകൊണ്ട് ഈ പ്രവണതയിൽ നിന്ന് നമ്മൾ 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 ഒന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും ഞാനിത് പറഞ്ഞപ്പോഴും ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ബൈബിൾ വായിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ചാൽ എന്താ? അച്ഛൻ ബൈബിളിൽ കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാവോ? ഉള്ളിലോട്ട് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, ഈ ഭൂമിയിലുള്ള എല്ലാ ഫുഡും നല്ലതാണെന്ന് പ്രഖ്യാപിച്ചില്ലേ? അച്ഛൻ എന്തിനാ അതുകൊണ്ട് വിഷമിക്കുന്നേ? അച്ഛ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒന്നും അല്ലച്ചാ. ഭക്ഷണം കഴിച്ചതുകൊണ്ട് ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നുമില്ലച്ചാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞ ഈശോ തന്നെ 40 ദിവസം ഉപവസിച്ച് കാണിച്ചു. എന്തിനാണ് ഈ ഉപവാസം? പ്രിയപ്പെട്ടവരെ, ഉപവാസം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, നമുക്ക് 10 സെന്റ് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഉപവാസം.
നമുക്കൊരു അഡ്മിഷൻ കിട്ടാനോ വീട് വെച്ച് കിട്ടാനോ അല്ല ഉപവാസം. ഉപവസിച്ചത് എന്തിനാണെന്നറിയാം? ഈശോ ഉപവസിച്ചപ്പോൾ, ശ്രദ്ധിക്കണേ, ഈശോ ഉപവസിച്ചപ്പോൾ ഉപവാസത്തിന്റെ അവസാനം ഈശോയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയ ഒരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ലോകത്തിന്റെ രക്ഷകനാണ് ഞാൻ. ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പിതാവ് അബ്ബാ എന്നെ അയച്ചതാണ്. ഈ ലോകത്തെ രക്ഷിക്കാനുള്ള അബ്ബായുടെ പദ്ധതിയാണ് കാൽവറിയുടെ കുരിശ്. സഹനമാണ് ഈ ഭൂമിയുടെ ഏക യാഥാർത്ഥ്യം. വേദന തിന്നാൻ സഹിക്കാനുള്ള വിളിയാണ് ഈ ഭൂമിയുടെ ഏക യാഥാർത്ഥ്യം. അങ്ങനെ മാത്രമേ ഈ ഭൂമിയെ രക്ഷിക്കാൻ പറ്റൂ എന്ന വെളിപാട് ഈശോയ്ക്ക് കിട്ടിയത് 40 ദിവസം ഉപവസിച്ചപ്പോഴാ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വെളിപാടുകൾ കിട്ടാൻ ഉപവസിക്കണം. റെവലേഷൻ, ഉൾക്കാഴ്ചകൾ കിട്ടാൻ, പുതിയ ബോധ്യങ്ങൾ കിട്ടാനാണ് ഉപവസിക്കുന്നത്. ഒരു 25 വർഷം കഴിയുമ്പോൾ നീ താമസിക്കുന്ന വീട് ഈ ഭൂമിയിലുണ്ടോ, അതോ ഏതെങ്കിലും ഒക്കെ കൃഷ്ണനോ മുഹമ്മദോ വന്ന് താമസിക്കുമോ അതിനകത്ത്? ഒരു 20 വർഷം കഴിയുമ്പോൾ നിന്റെ പൈതങ്ങള് ഈ കൃപയിൽ നിൽക്കുമോ ഇല്ല? ഇതാണ് വെളിപ്പെട്ട് കിട്ടണ്ടേ. ഈ വെളിപാടിനെ ഉപവസിക്കേണ്ടത്. നിങ്ങൾക്കറിയാമോ, ഏലിയ 40 ദിവസം ഉപവസിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? അവൻ അഗ്നിരഥത്തിൽ മേളിലോട്ട് എടുക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നിത്യതയുടെ ഒരു വെട്ടം കിട്ടി, സ്വർഗത്തെക്കുറിച്ചൊരു വെളിച്ചം കിട്ടി. ഇതിനെ ഉപവാസം നടത്തിയേ. മോശ 40 ദിവസം ഉപവസിച്ചു. എന്ത് കിട്ടി? 10 സെന്റ് സ്ഥലമോ? ന്യായപ്രമാണം കിട്ടി. ഒരു ജനതയ്ക്ക് ദിശാബോധം നൽകുന്ന ന്യായപ്രമാണം ദൈവം കൽപ്പലകകളിൽ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ഈ ജനതയ്ക്ക് വേണ്ടുന്ന ദിശാബോധം നൽകുന്ന ന്യായപ്രമാണം, നീ ഇത് ജനത്തിന് കൂടെ. പ്രിയപ്പെട്ടവർ, ഉപവസിക്കുമ്പോൾ കിട്ടുന്നത് ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഈ ഉപവാസമില്ലാതെ ഈ വർഗം പുറപ്പെട്ടു പോവില്ല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്വരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്താഗതികളൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ട്. വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം കഴിക്കണം. കുഞ്ഞുനാളിലുള്ള ശീലമാണ് അല്ലേ? കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വയറ് നാദസ്വരക്കാരൻ്റെ ചെള്ള പോലിരിക്കുകയാണ്. എന്നാലും പറയും, എൻ്റെ കുഞ്ഞിൻ്റെ വയറ് ഒട്ടിക്കിടക്കുന്ന കണ്ടെന്ന്. പിന്നെയും കുത്തിക്കയറ്റും. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്നത് കുഞ്ഞുനാളിൽ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും വിശപ്പെന്നൊരു വികാരം അറിയത്തില്ലല്ലോ. വിശപ്പ്, പണ്ട് നമുക്കൊക്കെ വിശപ്പെന്ന് പറയുന്നൊരു വികാരം ഉണ്ടായിരുന്നു. ഒരു വിശക്കുന്നു പറയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഇത് ഒന്ന് കുറഞ്ഞിട്ട് വേണ്ടേ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം കഴിക്കണമെന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ടല്ലേ പിള്ളേരുടെ പ്രധാനപ്പെട്ട ഒരു നിലവിളിയാണ്, ഒരു മുദ്രാവാക്യം, എനിക്ക് വിശന്നിട്ട് വയ്യായേ, ഞാനിപ്പോൾ ചാവുവേ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പോകുന്നത് കേട്ടിട്ടില്ലേ? എന്താ കാര്യം? ഒരു ചെറിയ കാര്യത്തിൽ ഇത് ഒരു നേരം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളൊന്നും മരിച്ചു പോകത്തില്ല എന്നൊന്നും അവർക്കറിയത്തില്ല. അവർ വിചാരിച്ചിരിക്കും മരിക്കാൻ പോകാമെന്ന്. ഇത് പിശാചിൻ്റെ ഒരു രഹസ്യ അജണ്ടയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അല്പം തിരിച്ചറിവുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് പുണ്യമൊക്കെ പറഞ്ഞ് പോകാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ വർഗം പുറത്തു പോകണമെങ്കിൽ ഉപവാസം എന്ന് പറയുന്ന ഒരു ആത്മീയ ശൈലി, ഫാസ്റ്റിംഗ്, ഭക്ഷണാസക്തി നിയന്ത്രിക്കുന്ന ഒരു ശൈലി, ജീവിതശൈലി, ആത്മീയ ശൈലി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഈശോ പറഞ്ഞ വചനം പൂർണ്ണമാവില്ല. ഈശോ പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ ഡെലിവറൻസ് കിട്ടുന്നേ, വിടുതൽ കിട്ടുന്നേ? ഇതിനകത്ത് എനിക്കറിയാം ഒരു 15 പേരെങ്കിലും കുറഞ്ഞ ഭക്ഷണം രാവിലെ ഇന്ന് പട്ടിണിയാണ് വന്നിരിക്കുന്നത്. ഒരു 15 പേരെങ്കിലും ഉപവസിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടി ഇന്നലെ ആരാധന നടത്തി പ്രാർത്ഥിച്ചവരുണ്ട്, മുട്ടുമേൽ നിന്നവരുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവരുണ്ട്, ഇതിനുവേണ്ടി ജപമാല ചൊല്ലിയവരുണ്ട്.
പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഉപവാസം കൊണ്ട് അവരുടെ ഇവിടെ ഡെലിവറൻസ് നടക്കും, വിട്ടുതലുകൾ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ തൊണ്ടേ പിള്ളേരൊക്കെ നോക്കി വല്ലതും കൊടുക്കാൻ, അവൻ കല്ലും ദഹിക്കുന്ന പ്രായമാണ്. പക്ഷേ ഈ പ്രായം കഴിഞ്ഞാലും പിന്നെയും ഈ കല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ അപകടം. അതുകൊണ്ട് ഈ മറ്റൊരു ചിന്തയാണ്, നല്ലതുപോലെ കഴിച്ചാലേ നല്ലതുപോലെ ജോലി ചെയ്യാൻ പറ്റൂ. ഇതൊക്കെയാണ് പിശാചിൻ്റെ നുണ ചിന്ത. നന്നായിട്ട് വല്ലതും കഴിക്കും, വല്ലതും ജോലി ചെയ്യേണ്ടതല്ലേ, പഠിക്കേണ്ടല്ലേ, തലച്ചോറിൽ ഓക്സിജനൊക്കെ ചെല്ലണ്ടല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ ധാരാളം നന്മയെ തിന്മയാക്കി വെച്ചിരിക്കുന്ന നുണചിന്തകൾ പിശാച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആഘോഷങ്ങളും പാർട്ടികളും അങ്ങനെ നമ്മുടെ തലമുറയെ സ്വാധീനിക്കുമ്പോൾ മനസ്സിലാക്കണം, പിശാച് പിടിമുറുക്കും. വീടിനെ ആസക്തികൾ കൊണ്ട് പിടിമുറുക്കും. പിന്നീട് നമ്മൾ വിചാരിക്കും, അയ്യോ അണക്കരെ പോയിട്ട് എന്താ ഇതും കൊണ്ട് ശരിയാ, ഈ എത്ര ധ്യാനകേന്ദ്രത്തിൽ പോയി എന്നിട്ട് എന്താ കൊണ്ട് ശരിയാകാതെ, വിടുതൽ കിട്ടാതെ. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞ വചനം നമ്മൾ ഗൗരവത്തോടെ എടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ദിവസം ഈ ഭക്ഷണത്തിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഈ അടിമത്തത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് നന്നായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. റോമർ 12-ന്റെ 1-ാം വാക്യം. ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണേ, കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആരാധന എന്താണെന്ന് അറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആരാധന ബലിയാണ്. ബലി. ദൈവം അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ഈ ബലികളിലൂടെ നമ്മളെ വളർത്തിയത്. യേശുക്രിസ്തുവിന്റെ ബലിയിലൂടെ ലോകത്തിന് രക്ഷ നേടിത്തന്നത് ഈ ബലിയാണ്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആരാധന. അങ്ങനെയെങ്കിൽ പൗലോസ്ലീഹ പറയുകയാണ്, മക്കളെ, നമ്മുടെ ശരീരങ്ങളെ ബലി കഴിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആരാധന. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ, ഇത്തിരി വിശപ്പൊക്കെ ഒരു ബലിയാണ്, ഉപവാസം ഒരു ബലിയാണ്, എനിക്കാകാവുന്ന ഭക്ഷണം മീൻചാറ് കൂട്ടിയേ കഴിക്കാൻ പറ്റും, വേണ്ട എന്ന് വെക്കാൻ പറ്റുന്നത് ഒരു ബലിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് കർത്താവിന് പ്രീതികരമായ ആരാധന. അപ്പോഴവിടെ ആ ദൈവ സാന്നിധ്യം ഇറങ്ങും, ഈ വർഗം പുറപ്പെട്ടു പോകും. 1 കൊറിന്തോസ് 6:13 ഒന്നുകൂടെ വായിക്കാം. 1 കൊറിന്തോസ് 6-ാം അധ്യായം 13-ാം തിരുവചനം വായിക്കാമോ? 1 കൊറിന്തോസ് 6:13 വാക്യം. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയാണ്. ഉറക്കെ വായിച്ചേ. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. അതായത് ഈ ആഹാരം എൻ്റെ വയറിന് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട്, ഈ ഉദരം ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നവരോട് വചനം പറയാണ്, ദൈവം ഇത് രണ്ടിനെ നശിപ്പിക്കും. ആഹാരവും പോകും, വയറും പോകും. അടുത്ത വചനം, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇതായിരിക്കണം നമ്മുടെ തലച്ചോറിലുള്ള ആദ്യത്തെ ചിന്ത, എൻ്റെ ശരീരം കർത്താവിന് വേണ്ടിയിട്ട്. അതെങ്ങനെയെങ്കിൽ ഇതൊരു ബലിയാക്കാൻ പരിശീലിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മെ കെട്ടിയിട്ടിരിക്കുന്ന അദൃശ്യ ചരടുകൾ പൊട്ടാൻ ഈ ഒരു അടിസ്ഥാന ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ
തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1 കൊറിന്തോസ് 6:19-20 ഈ വാക്യങ്ങൾ വായിക്കണം. ഈ കോറിന്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വേശ്യ എന്നാണ്. വേശ്യ, പ്രോസ്റ്റിറ്റ്യൂട്ട്. അതായത് ഈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൽ അനേക ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ഫലഭൂഷ്ഠതയുടെ ദേവന്മാരെ, ദേവികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പരസ്യമായി ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കോറിന്ത്. ഈ കോറിന്തിൽ പൗലോസ്ലീഹ വന്നിട്ട് കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ആകെപ്പാടെ പുച്ഛമാണ് തോന്നിയത്, തമാശയായിട്ടാണ് തോന്നി. അവർ വിചാരിച്ചു, പൗലോസേ നീ എന്നാ ഈ പറയുന്നേ? ഞങ്ങൾ കരുതി നീ പുതിയൊരു ദേവിയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ദേവിയെ പ്രീതിപ്പെടുത്താൻ പുതിയ തരത്തിലുള്ള ലൈംഗിക വേഴ്ചകൾ നീ ഇവിടെ രൂപപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പ്രിയപ്പെട്ടവരെ, അവരോട് കർത്താവിൻ്റെ വചനം പൗലോസ്ലീഹ പറയുന്നതാണിത്. ഈ ബിസിനസ് സ്റ്റേറ്റിൽ അനേക ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് വരുമ്പോൾ ഇവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ ഇടപഴകുന്ന ഈ ആകെപ്പാടെ പാപത്തിൽ ജീവിച്ച ഒരു സ്ഥലമാണ് കോറിന്ത്. പക്ഷെ ആ കോറിന്തിന് കർത്താവിൻ്റെ വചനം കൊടുത്തുകൊണ്ട് പൗലോസ്ലീഹ പറയണം, 1 കൊറിന്തോസ് 6:19-20 വാക്യങ്ങളിൽ, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. പ്രിയപ്പെട്ടവരെ, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവിടെ വന്നിരിക്കുന്നവരോട് നമ്മുടെ ജൂഡ് പറയും, കൈയൊന്ന് അടിച്ചേ, കൈയൊന്ന് ഉയർത്തിക്കേ, അങ്ങോട്ടൊന്ന് ചരിഞ്ഞ് ഇങ്ങോട്ടൊന്ന് ചരിഞ്ഞ് കൈയൊട്ടിക്കേ എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ ശരീരത്തിൽ ചെയ്ത പാപത്തിന് പരിഹാരമായി ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ ഈ ശരീരത്തിൽ ഉപവാസം പരിശീലിച്ചാലുണ്ടല്ലോ ദൈവശക്തി ഇറങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളമൊക്കെ കുടിച്ചോണം. ഇത് ഇതര രോഗങ്ങളിലേക്കൊന്നും കൊണ്ടുപോകരുത്. എന്നാൽ എനിക്കാകാവുന്ന ഇഷ്ടമുള്ളതൊക്കെ വേണ്ട എന്ന് വെച്ച് നമ്മൾ ഈ ഉപവാസം ഒന്ന് പരിശീലിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താ സംഭവിക്കുന്നറിയാമോ? ഈ വർഗം പുറത്തു പോകും. ഈ വർഗം പുറത്തു. നിങ്ങൾ പരിശോധിച്ചു, നിങ്ങളൊരു ചെറിയ ഉപവാസം എടുത്താലുണ്ടല്ലോ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ഒരു ഉപവാസമുണ്ട്. ദാനിയേൽ ഉപവാസം എന്നാണ് അതിന് പറയുന്നത്. ആ ഉപവാസത്തിൻ്റെ പേര് ദാനിയേൽ ഉപവാസം. 21 ദിവസത്തെ ഉപവാസം. ആ ഉപവാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം വേണ്ടാന്ന് വെക്കുന്നതല്ല. പല ടൈപ്പിലുള്ള ഉപവാസമുണ്ട്. അതിനകത്തെ ഒരു ഉപവാസമാണ് ഭക്ഷണം വേണ്ട എന്ന് വെക്കുകയല്ല, മറിച്ച് ചില ഭക്ഷണം വേണ്ട. ചില ഭക്ഷണം, അതായത് ഇറച്ചി, മുട്ട, മീന്, പാല് ഇങ്ങനെയുള്ളതൊക്കെ വേണ്ട എന്ന് വെക്കുന്ന ചെറിയ ഉപവാസം. ഭക്ഷണമേ വേണ്ടെന്ന് വെക്കുന്നില്ല, കഴിക്കും, പക്ഷെ ഇതൊന്നും വേണ്ട. എന്താണെന്നറിയാമോ? അങ്ങനെ ഒരു ഉപവാസം എടുത്ത ദാനിയേൽ എത്ര കാലത്തേക്ക്? 3-ാമത്തെ വാക്യം വായിച്ച്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യം, 2-ാം വാക്യം. ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. അതായത് അങ്ങനെ ഒരു ഉപവാസം. മാംസമില്ല, അവരുടെ മേശയുടെ ഭാഗമായിരുന്നു അന്നത്തെ വീഞ്ഞ് വേണ്ട, നമുക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ വേണ്ടെന്ന് വെച്ചു. പിന്നെ സ്പ്രേ ഇങ്ങനെ അതൊന്നും വേണ്ടെന്ന് വെച്ചു. കുളിക്കുമായിരുന്നു, പക്ഷേ സ്പ്രേ ഒന്നും വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു ഉപവാസം. ചിലതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത്, ഈ മേക്കപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ 3 ആഴ്ചക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ? അവിടെ സംഭവിക്കുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അവൻ പറഞ്ഞു, ദാനിയേലേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഈ 3 ആഴ്ചക്കാലത്തേക്ക് ഉപവസിക്കാമെന്ന് തീരുമാനമെടുത്തപ്പോൾ
ഈ 3 ആഴ്ച കാലത്തേക്ക് ഒരു യുദ്ധം നടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അദൃശ്യമായൊരു യുദ്ധം. നിന്റെ വീടിനെതിരെ നിന്ന ഈ ദേശത്തിന്റെ അരൂപിക്കെതിരെ സ്വർഗത്തിൽ നിന്ന് മിഖായേൽ ദൂതനെ ദൈവം അയക്കുക. ദാനിയേലിനോട് പറയുന്നതാണ്, ദാനിയേലേ ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഉപവാസം, നമ്മൾ ഈ 40 ദിവസം നമ്മൾ ചിലത് വേണ്ട എന്ന് വെക്കാൻ തീരുമാനമെടുത്ത ആ ദിവസം ബൈബിൾ പറയുക, നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ ഒത്തിരി പ്രാർത്ഥന നടത്തുന്നുണ്ട്, ചിലതൊന്നും കേൾക്കുന്നില്ല. പക്ഷെ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് അറിയാമോ? ഉപവാസ പ്രാർത്ഥന. ചെറിയ ഉപവാസം, വലിയ ഉപവാസമൊന്നുമല്ല. ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചു, ആ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഈ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിച്ച് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ആ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ദൈവം ദൂതനെ, ഏറ്റവും മുന്തിയ മുഖ്യദൂതൻ മിഖായേലിനെ ദാനിയേലിന്റെ അടുത്തേക്ക് അയച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ഏറ്റവും വലിയ ദൂതനെ നിന്റെ വീട്ടിലയക്കും. അവന്റെ മുമ്പിൽ പിശാചിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, 13-ാം വാക്യം വായിക്കാമോ? പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. ദാനിയേൽ എത്ര ദിവസത്തേക്കാണ് ഉപവസിച്ച്? 21. 3 ആഴ്ചക്കാലം. 3 7 21 ദിവസം ദാനിയേല് ഉപവാസം എടുക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ദാനിയേലിരുന്ന ബാബിലോൺ എന്ന് പറയുന്ന പേർഷ്യ നാട്ടിൽ അടിമയായിട്ടിരിക്കുക, അവിടേക്ക് മിഖായേൽ ദൂതൻ വന്നു. ദൂതൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും, ശ്രദ്ധിക്കണം, നിന്റെ വീടിനെതിരെ നിൽക്കുന്ന ഒരു അരൂപിയുണ്ട്. നിന്റെ മക്കളുടെ നാശം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു അരൂപിയുണ്ട്. നിന്നെ എന്നേക്കുമായി പൂട്ടാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന ഒരു അരൂപിയുണ്ട്. ഈ അരൂപി എന്ത് ചെയ്യുമെന്നറിയാമോ? മിഖായേലിനെതിരെ നിൽക്കും. നീ വീട്ടിലിരുന്ന് ഉപവാസം തീരുമാനിച്ചപ്പോ നിനക്കെതിരെ നിന്ന അരൂപിക്കെതിരെ യുദ്ധം ചെയ്യാൻ ദൈവം മിഖായേലിനെ വിടും. ഈ മിഖായേൽ വന്നപ്പോൾ ദേശത്തിന്റെ അരൂപി, നിന്റെ വീട്ടിനെതിരെ നിൽക്കുന്ന അരൂപി ഉണ്ടല്ലോ, ആ സാത്താന്യ സന്തതി, അവൻ പിശാചിനെതിരെ യുദ്ധത്തിന് നിൽക്കും. 21 ദിവസം യുദ്ധം. കാരണം 21 ദിവസം നീ ഉപവാസം എടുത്ത, നീ 40 ദിവസത്തെ ഉപവാസം എടുത്ത 40 ദിവസം ഈ യുദ്ധം ഇവിടെ നടക്കുന്നുണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നീ ഉപവസിക്കുന്ന ദിവസം നിന്റെ വീടിനെതിരെ നിൽക്കുന്ന അരൂപികൾക്കെതിരെ സ്വർഗത്തിന്റെ ശക്തി യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. എന്നിട്ട് ഈ കാവൽ ദൂതനെ, ഈ പേർഷ്യ രാജ്യത്തിന് കാവൽ ദൂതനെ മിഖായേലിനെ ഏൽപ്പിച്ചിട്ട്, ഈ മാലാഖ വന്നിരിക്കുകയാണ് നിന്നോട് ദൂത് പറയാൻ. പ്രിയപ്പെട്ട, സ്വർഗം ആക്റ്റീവാണ്, സ്വർഗം ലൈവാകും. സ്വർഗത്തിന് നിന്റെ വീടിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഈ വർഗത്തെ പുറത്താക്കാൻ ദൂത സൈന്യം എഴുന്നള്ളി വരും. നീ ഉപവാസത്തിന് പരിശീലിച്ചാൽ. ഹല്ലേലൂയ. ഭക്ഷണ കാര്യത്തിൽ ഒരു നിയന്ത്രണം. കാരണം ഭക്ഷണാസക്തി മൂലമാണ് ഈ തിന്മ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ, ഏറ്റവും നല്ല വഴി ഉപവാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ പ്രാർത്ഥന നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചെറിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മളെ വളരെ പെട്ടെന്ന് പിശാച് തകർക്കാനുള്ള മേഖല പ്രാർത്ഥന കുറയ്ക്കുക എന്നുള്ള. ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്, പക്ഷെ പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ നമുക്ക് ഒഴിവാക്കാം.
വീട്ടിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാന കാര്യം പ്രാർത്ഥനയാണ്. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ബാക്കി ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ നമുക്കൊരു ക്ഷീണം, നമുക്കൊരു തളർച്ച. ഇങ്ങനുണ്ടോ, ഇവിടെ ഉണ്ടോ? അത് ഹല്ലേലൂയ. അതായത് ഇത് പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പത്രോസ്ലീഹ എന്താ പറഞ്ഞതെന്നറിയാമോ? പത്രോസ്ലീഹ പറഞ്ഞു, സകലത്തിൻ്റെയും അവസാനം അടുത്തിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കും. 1 പത്രോസ് 4:7. പത്രോസ്ലീഹ ഇത് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? പത്രോസ്ലീഹ പറഞ്ഞത്, പത്രോസ്ലീഹ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാത്തതിൻ്റെ പേരിൽ പിഴ കിട്ടിയ ആളാണ്. അതായത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്ന പിഴ കിട്ടേണ്ടി വരും. ഹല്ലേലൂയ. ദൈവം ഒരു അവസരം പ്രാർത്ഥനയ്ക്ക് ഒരുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നോ പറയരുത്. ഇവിടെ എല്ലാ ആദ്യ ശനിയാഴ്ചയുണ്ട്, എല്ലാ വെള്ളിയാഴ്ചകളിലുമുണ്ട്. നമ്മുടെ ശുശ്രൂഷകളൊക്കെ നമ്മൾ ഒരുക്കുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട്, ഇപ്പം ഞാൻ ഒരാളോട് പറയുകയാണ്, നിങ്ങൾ വെളുപ്പിന്, ചില കേസുകൾ പറയും, അങ്ങനെ വരുമ്പോൾ പറയും, കർത്താവേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കേസ് അഴിയാൻ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് മക്കളെ നിങ്ങളൊരു കരുണക്കൊന്ത ചൊല്ലണം. വൈകിട്ട് 3 മണിക്കും ആ കരുണക്കൊന്ത ചൊല്ലും. ഒരു 10-21 ദിവസത്തേക്ക് ചൊല്ലണം. ക്ഷീണമാകുന്നതിന് പിന്മാറരുത്, അത് ചൊല്ലണം. ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തി വില കൊടുത്താലുണ്ടല്ലോ ആ കെട്ടഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ പത്രോസ്ലീഹ പറയാണ്, മക്കളെ സകലത്തിൻ്റെയും അവസാനം അടുത്തിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും. സമചിത്തരും എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് മൈൻഡ്, സമചിത്തത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബാലൻസ്ഡ് ലൈഫ് ഉണ്ടാകണം. നമ്മൾ ഉഴപ്പിപ്പോകരുത്, പിന്മാറിപ്പോകരുത്. പണ്ടുണ്ടായിരുന്ന തീഷ്ണത ഇപ്പൊ ഇല്ലല്ലോ എന്ന് കരുതിയിരിക്കരുത്. നമ്മൾ സമചിത്തനായിരിക്കണം. എന്നിട്ട് പറയാണ്, പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. പത്രോസ്ലീഹയോട് കർത്താവ് പറഞ്ഞു, പത്രോസേ, നിന്നെ സാത്താൻ ഗോതമ്പ് കണക്കെ പാറ്റിക്കൊഴിക്കുന്നത് കാണുന്നു. ഈ അമ്മച്ചിമാരൊക്കെ മുറത്തിനകത്ത് അരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ, ഞങ്ങളുടെ അമ്മച്ചി അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയൊക്കെ ഇങ്ങനെ. അപ്പോൾ ഈ അരി എന്ത് ചെയ്യുന്നു? കറങ്ങി ഉച്ചയും കുത്തി തറ വീഴും. പിന്നെ ഉടനെ താഴെ വീഴുന്നതിന് മുമ്പ് ദേ പോകുന്നു അടുത്തത്. ഇതുപോലെ പിശാച് നിന്നെ ഇട്ട് കശക്കാൻ പോകുന്നെന്ന് പത്രോസിനോട് പറയാം. പിശാച് നിന്നെ ഇട്ട് ഇക്ഷാറ എണ്ണിക്കാൻ പോകുന്നത് ഞാൻ കാണുന്നു. കർത്താവ് പറഞ്ഞു, പത്രോസേ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, വെള്ളത്തിന്റെ മീതെ നടന്ന 2 അടിയെങ്കിൽ 2 അടി. സ്വർഗരാജ്യത്തിന്റെ താക്കോല് കിട്ടിയ ടീമാണ് ഞാൻ. നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് സ്വർഗമാണ് വെളിപ്പെടുത്തിയത്? വെളിപാട് കിട്ടിയ ആളാണ് ഞാനാണ് ശിഷ്യന്മാരിൽ ഒന്നാമൻ. ചില പ്രാർത്ഥിച്ചില്ലേലും വിഷമിക്കേണ്ട, കർത്താവ് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എന്നാ പിന്നെ അറിയാത്ത പിള്ള എല്ലാം അറിയാമല്ലോ, അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞു. പത്രോസിനെ പിശാചിട്ട് കശക്കിക്കളഞ്ഞു. പിശാച് അവസാനം പത്രോസ് കിടന്ന് വാവിട്ട് കരഞ്ഞ് നിലവിളിച്ച് കൂവി അവസാനം കർത്താവ് പത്രോസിനെ തീരത്ത് വെച്ച് പിടികൂടി ഉത്ഥാനത്തിൻ്റെ ദിവസം. അപ്പോഴും പത്രോസ് തുണിയില്ലാതൊക്കെ എടുത്ത് വെള്ളത്തിൽ ചാടി നീന്തി ആകപ്പാടെ വന്ന് കരഞ്ഞു പിടിച്ച്. അപ്പോൾ കർത്താവ് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ? സത്യമായിട്ട് സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3 തവണ തള്ളി പറഞ്ഞവനെ 3 തവണ തിരുത്തിയൊക്കെ കൊണ്ടുവന്നു. പിശാച് ഇട്ട് കറകികൾ. ഈ മനുഷ്യന്റെ ജീവിതം തകർന്നു പോയി. ഇത്രമേൽ ദൈവത്തോട് അടുത്ത് നിന്നിട്ട് ഈ ദൈവത്തെ തള്ളി പറയേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രാർത്ഥിക്കാതിരുന്ന. ഇതറിഞ്ഞിട്ട് പത്രോസ് എന്ത് ചെയ്യുന്നറിയാമോ? അവസാനം തിരിച്ചു വന്നതിന് ശേഷം സഭയ്ക്ക് ഒരു കത്തെഴുതിയപ്പം എഴുതി വെച്ചിരിക്കുകയാണ്, മക്കളെ എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുതേ, സമയം കിട്ടുമ്പോ പ്രാർത്ഥിച്ചോണേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ സമചിത്തരായി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ കാര്യം എന്ന് പറയാം. ചിലരുണ്ട് ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കും. ആവശ്യം വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ, ഒരു അടി കിട്ടുമ്പോൾ, രോഗം വരുമ്പോൾ കർത്താവേ വിളിക്കും.
ഇതാണ് ലോകത്തിന്റെ ശൈലി. അതല്ല. സമചിത്തത എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലെങ്കിലും പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ആവശ്യമില്ലെങ്കിലും പ്രാർത്ഥിച്ചോണം. അതായത് ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, ആവശ്യമില്ലാത്തവർ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ഡിപ്പോസിറ്റാണ്. ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഒരു നിക്ഷേപമായിട്ടാണ്. ഈ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നറിയാമോ? ഇപ്പോൾ 1 ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട്. ഒരു മുട്ടാവശ്യം വരുമ്പോൾ ഗ്യാസ് തീർന്നു, അല്ലെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, പെട്ടെന്നൊരാവശ്യം, അന്നേരം ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കാം. ഇതാണ് ഡിപ്പോസിറ്റിന്റെ ഗുണം. നമുക്കൊരടി കിട്ടാകുമ്പോൾ ചൊല്ലിക്കുട്ടി വെച്ച പ്രാർത്ഥനകളുണ്ടല്ലോ, ശേഖരിച്ച് വെച്ച പ്രാർത്ഥനകൾ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മളെ ഇരക്കേണ്ടി വരും ആരുടെയെങ്കിലുമൊക്കെ മുമ്പിച്ച്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ സമചിത്തത എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത നേരത്തും പ്രാർത്ഥിക്കണം. അങ്ങനെ ചില ആളുകളെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തും. രാത്രിയുടെ യാമങ്ങളിൽ ഉണ്ടല്ലോ പരിശുദ്ധാത്മാവ്, എഴുന്നേരം. അപ്പൊ ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല, അങ്ങനെ പറയരുത്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നാളെ ഒരു അപകടം വരാനിരിക്കുന്നു നിനക്ക്. നാളെ നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു ഒരു 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 പിടുത്തം കിട്ടാൻ പോകുന്നു. ഇതറിയാവുന്ന പരിശുദ്ധാത്മാവ് നിന്നെ ഇപ്പോഴേ ഒരാഴ്ച മുമ്പേ ഉണർത്തിയിട്ട് പറയും, പ്രാർത്ഥിച്ചു. ഇതാണ് പ്രിയപ്പെട്ട ഒരു ദൈവത്തിന്റെ, ലോകത്തിന്റെ രീതി എന്താണെന്നറിയാമോ? അവസാന നിമിഷം പറയും, എന്നാ പ്രാർത്ഥിച്ചു. ഉദാഹരണത്തിന് നടുവേനയാ, ബാം ഇട്ട് നോക്കി, കുഴമ്പിട്ട് നോക്കി, ചവിട്ടി തിരുമ്മി, ഒരു രക്ഷയില്ല. അവസാനം പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, കുറേ മരുന്നും ഗുളിയൊക്കെ എഴുതി തന്നു, കഴിച്ചിട്ട് മാറ്റമില്ല. അപ്പോൾ പറഞ്ഞു, എന്നാ പിന്നെ ഒരു സ്കാനിങ് എടുക്കും. സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിവിടെ തീരുന്നില്ല, RCC വരെ ഒന്ന് പോകുന്നത് നല്ലതെന്ന്. അങ്ങനെ ക്യാൻസർ സെൻ്ററിൽ ചെന്നപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് 4ാമത്തെ സ്റ്റേജ് ആയില്ല, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, വീട്ടിൽ പോകുന്നതല്ല, ഇപ്പോൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എല്ലാ വഴിയും തീരുമ്പോൾ പറയുന്നതാണ് ഡോക്ടർമാർ, എന്ത് പ്രാർത്ഥിച്ചു. വിമാനത്തിൽ പോകുക വെച്ചു. വിമാനത്തിൽ പോകുമ്പോൾ പൈലറ്റ് ഇങ്ങനെ അനൗൺസ് ചെയ്താൽ ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളും പറയും. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ വിമാനം ഗട്ടറിൽ കൂടെ ഒക്കെ പോകും, എയർ ഗട്ടറിൽ. അപ്പോൾ ഒരു കുലുക്കോ ഒരു പിടുത്തമൊക്കെ വരുമ്പോഴത്തേന് അവർ പറയും, നൗ വി ആർ ഗോയിങ് ത്രൂ ഗട്ടേഴ്സ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പം നമ്മുടെ കൺട്രോളർ റഡാറിൽ നിന്ന് പോയിട്ടുണ്ട്. ചൂടെ കഴിയുമ്പോൾ പറയും, എല്ലാവരും പ്രാർത്ഥിച്ചോളാൻ പറയും. തീർന്നു. എല്ലാ വഴിയും അടഞ്ഞു കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ ലോകം പറയും. പക്ഷെ കർത്താവ് എന്താണെന്ന് അറിയാമോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നേരത്തെ പ്രാർത്ഥിച്ചോണം. ഇടി വെട്ടിക്കഴിഞ്ഞിട്ടൊരു കുരിശുവര ഉണ്ടല്ലോ, അടുത്ത വരുന്നു. കർത്താവ് പറയും, നാളെ ഇടി വെട്ടു, ഇന്നേ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ജെറമ്യായുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചനം ഒന്ന് വായിക്കാം. ജെറമ്യ 13-ന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിന്റെ പാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിന്റെ ദൈവമായ കർത്താവിന് മഹത്വം കൊടുക്കുവേ, അല്ലെങ്കിൽ നീ മഹത്വം അന്വേഷിക്കുമ്പോ കൂരിരുട്ടായിരിക്കും വരുന്നു. ഇവിടെ നല്ലൊരു വചനമാണ്, ഒന്ന് വായിക്കാമോ? ജെറമ്യ നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവേ, അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് അന്ധകാരം വരുത്തുന്ന ചില ദിനങ്ങൾ വരാൻ പോകുന്നെന്ന്, നമ്മുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറാൻ പോകുന്നെന്ന്. അതുകൊണ്ട് ഇത് വരുത്തുന്നതിന് മുൻപ് തന്നെ ഇപ്പോഴേ പ്രാർത്ഥിച്ചു വെച്ചോണേ. ഇതൊന്നും പാഴായി പോകത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവര്. വല്ല കാര്യമുണ്ടോ? എന്തിനാ വെറുതെ ഈ പട്ടിണി ഇങ്ങനെ ഇരുന്ന് ഈ കഞ്ഞി ഇനി എപ്പോൾ കിട്ടുമോ? ഈ കിട്ടുന്ന കഞ്ഞി എവിടെ നിന്ന് കുടിക്കും?
ഇതിങ്ങനെയൊക്കെ ആകുലപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ മേൽ ഒരു തിന്മ, നിങ്ങളുടെ മേൽ ഒരു കെണി വരുമെന്ന് കർത്താവിനറിയാം. ഇത് വരാതിരിക്കാനുള്ള കർത്താവിൻ്റെ പദ്ധതിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു അത്ഭുതം ഉടനീളം നടന്നില്ല, മനസ്സിലായിക്കോണം. ദൈവം നിങ്ങളുടെ മേൽ ഒരു കൈ വെച്ച്, തുളയ്ക്കപ്പെട്ടവൻ്റെ കരം വെച്ച് നിങ്ങളെ പൊതിയുന്ന സമയമാണ് ഇത്. പ്രാർത്ഥന കഴിയുന്നത്ര നമ്മൾ നടത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നമ്മൾ വലിയ കാര്യത്തിൽ വെളിച്ചം തേടും, പക്ഷേ കൂരിരുട്ട്. അതുകൊണ്ടാണ് വില കൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയാം. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെയൊക്കെ വീട്ടിൽ, ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മളൊന്ന് ഒരുങ്ങിയാലുണ്ടല്ലോ, നമ്മുടെ വീട് എൻ്റെ വിള്ളലുകളൊക്കെ അങ്ങ് അടഞ്ഞു കിട്ടും. നമ്മുടെ വീട്ടിൽ ഒരു സംരക്ഷണം. ഇതിനകത്തൊക്കെ ഒരു യാഥാർത്ഥ്യമുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചില പ്രാർത്ഥനയിൽ ഒരാൾ എഴുന്നേറ്റപ്പോൾ ഉണ്ട്, ദൈവം ഒരാളെ ഒരു കുടുംബത്തെ ഉയർത്തും. ഒരാളെ, പ്രത്യേകിച്ച് അമ്മമാരുടെ ഞാൻ പറയണം, നിങ്ങളിൽ ഒരാളെ ദൈവം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇടിവിൽ നിർത്താൻ വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഇടിവിൽ നിർത്താൻ ആ ഒരൊറ്റ ആളെ പ്രതി ഉണ്ടല്ലോ, കർത്താവ് ആ കുടുംബത്തിന് ഒരു കാവല് കിട്ടും, ഒരു വേലി കിട്ടും. സഖറിയ 9:8, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കും. ഒരു മർദ്ദകനും ഇനി അവരെ ഉപദ്രവിക്കില്ല. എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വാഗ്ദാനം. ഇങ്ങനെ ദൈവം പറയാണ്. ഇതിന് ചുറ്റും ഉണ്ടല്ലോ ഒറ്റയാളിൻ്റെ മധ്യസ്ഥം മതി, ശിക്ഷകൾ ഒഴിവായി കിട്ടും. ഒറ്റയാളിൻ്റെ മധ്യസ്ഥം മതി. അതുകൊണ്ടാണ് ഈ സിയോൻ പുത്രി എന്നാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു സിയോൻ പുത്ര എന്നാണ് എന്താ കർത്താവ് വിളിക്കാൻ. ഈ സ്ത്രീകളുടെ കാര്യം ആണുങ്ങൾ കുറച്ചേ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കണേ. അത് ഞാൻ പലപ്പോഴും ബൈബിളിൽ, ഇന്ന് എനിക്ക് ഡോക്ടർ ഉഷ ഒരു മെസ്സേജ് അയച്ചു രാവിലെ, അല്ലേ? വൈ ജീസസ് ഈസ് ഓൾവേസ് ഗോയിങ് ടു വിമൻ. പക്ഷേ ആണുങ്ങളുടെ വിഷയത്തിൽ അങ്ങനെ. ബൈബിളിലെ ഏത് ആണിനെ എടുത്താലും കർത്താവിനെ തെരഞ്ഞു പോകുന്ന ആണുങ്ങളാണ് ബൈബിൾ മുഴുവനും. മോശയാണെങ്കിലും ദാവീദാണെങ്കിലും ഇവരൊക്കെ കർത്താവിനെ തേടി പോയി അന്വേഷിച്ച് ഉപവസിച്ച് മരുഭൂമിയിലൂടെ നടന്ന് ഇങ്ങനെ കണ്ടെത്തുക. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ പറഞ്ഞ ബൈബിളിൽ ഒറ്റ സ്ത്രീകൾ പോലും കർത്താവിനെ അന്വേഷിച്ച് പോയി, സന്യാസത്തിന് പോയി, തപസ്സെടുത്ത് കർത്താവിനെ കണ്ടെത്തിയിട്ട് കാണുന്നില്ല. സമരിറ്റൻ സ്ത്രീ ആണെങ്കിലും ഹാഗാർ ആണെങ്കിലും എല്ലാവരും ദൈവം ഇതുങ്ങളെ അന്വേഷിച്ച് അങ്ങോട്ട് പോവുക. ഹല്ലേലൂയ. എന്താ കാര്യം? നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് എന്താ. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ എന്നുണ്ടെങ്കിൽ അതിനകത്ത് മെസ്സേജിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് തിരക്ക്, പിള്ളേരെ വളർത്തുന്ന ജോലിപ്പാട്, കഷ്ടപ്പാട്, ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ സന്യസിക്കാൻ പോകും, എങ്ങനെ ദൈവത്തെ വിളിക്കും, എങ്ങനെ മനസ്സമാധാനത്തോടു കൂടി മെഡിറ്റേറ്റ് ചെയ്യാൻ പറയും. ഒരു കാര്യം തന്നെ 70 തവണ ചെയ്താലും തൃപ്തി വരാതെ ഇങ്ങനെ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകും. ഇതറിയാവുന്ന കർത്താവ് എന്ത് ചെയ്യും? വിഷമിക്കേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു കൃപ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനാണെന്നറിയാമോ അത് ദൈവം വരുന്നത്? നിന്നെ നിന്റെ വീട്ടിൽ എഴുന്നേൽപ്പിക്കാൻ, നിന്നെ ഉയർത്താൻ. നീ വിള്ളലിൽ ഇടിവിൽ നിന്നാൽ, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ദൈവത്തിന് നിന്റെ മാധ്യസ്ഥം കൊണ്ട് നിന്റെ ഭവനത്തെ ശിക്ഷയിൽ നിന്ന്, ഈ ദുഷ്ടശക്തികളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സിയോൻ പുത്രി, അതാണ് വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18-19 തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. സിയോൻ പുത്രി. വായിക്കാമോ? വിലാപങ്ങൾ 2-ാം അധ്യായം 18, ജെറമിയ കഴിഞ്ഞിട്ട് വിലാപങ്ങൾ 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കാം. കിട്ടിയോ? വായിക്കാം. സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. സിയോൻ പുത്രി കർത്താവിനോട്, ആ വാക്യം ഒന്ന് ഏറ്റു പറയാം. സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ
കണ്ണുനീരൊഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, സിയോൻ പുത്രിമാരോടാണ് പറയുന്നത്. സിയോൻ പുത്രി, കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കുക. എന്ന് ചോദിച്ചോട്ടെ, ചോദിക്കേണ്ടത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് യാമങ്ങളുടെ ആരംഭത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരൊന്ന് കൈകത്താം. അമ്മ, ഓ എൻ്റെ ദൈവമേ, ഹല്ലേലൂയ. ഇത്രയും പേരെ, ഇത് നിസ്സാരം കാര്യമാണ്. വചനമനുസരിച്ച്, കൃപയനുസരിച്ച് ജീവിക്കുക. അതായത് രാവിലെ വെളുപ്പിനെ 3 മണിക്ക് 4 മണിക്കൊക്കെ ഉണർന്ന് കർത്താവേ എന്ന് കണ്ണുനീരോട്, എനിക്കറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുക, കരയാതെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ചുരുക്കം. കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്താ സംഭവിക്കുമെന്നറിയാമോ? ഈ യാമങ്ങളുടെ ആരംഭത്തിൽ ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ നാൽക്കവലകളിൽ വിശന്ന് തളരുന്ന മക്കളുടെ ജീവൻ കർത്താവ് സംരക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാൽക്കവലകളിൽപ്പെട്ട് യുവാക്കൾ, യുവതികളുണ്ട്. നാൽക്കവലകളിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്നറിയാല, ഇങ്ങനെ നിൽക്കുകയാണ്. മിഴുക്രിസ്ത്യ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ വഴി വേണോ, ഈ വഴി വേണോ, ആ പ്രണയം വേണോ, ഈ ബന്ധം വേണോ, ഈ കോഴ്സ് വേണോ. ആകപ്പാടെ ഇങ്ങനെ അഴകൊഴാന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ വെളുപ്പിനെ എഴുന്നേൽക്കണം. കരങ്ങൾ ഉയർത്തണം. കണ്ണുകൾക്ക് വിശ്രമം നൽകാതെ കരഞ്ഞു വിളിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മളറിയാത്ത ഒരുപാട് തകർച്ചയിലാണ് ഓരോരുത്തർ പോകുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ തകരിപ്പണമാകുക. അവരെ നേടിയെടുക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറപ്പെട്ടു പോകില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിലാണ് റിമോട്ട്. പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിലാണ് റിമോട്ട്. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തില് സോദോം ഗോമോറ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ അബ്രഹാമിനോട് ദൈവം ചോദിച്ചു, ഞാൻ തിരഞ്ഞെടുത്ത അബ്രഹാമല്ലേ, ഇനി വന്നേ, അതെ ഞാൻ സോദോം ഗോമോറ നശിപ്പിക്കാൻ പോവാ. ഇത് കേട്ടിട്ട് അബ്രഹാം പറഞ്ഞു, കർത്താവേ, അവിടെ അത്രയ്ക്ക് നാശക്കോടാലികളാണോ? എല്ലാം പാപികളാണോ? ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുമോ? 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഉടനെ വെറുതെ പറഞ്ഞ 50 ഉണ്ടെങ്കിൽ നശിപ്പിക്കുകയല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? 50 എണ്ണം ഇല്ല. 40 ലേലം വിളിക്കുക. ആരുടെ മുമ്പിൽ? സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഒരു പീറ മനുഷ്യൻ നിന്നിട്ട് പറയുകയാണ് 40 ഉണ്ടെങ്കിൽ നശിപ്പിക്കുകയല്ല. എൻ്റെ അർത്ഥം 40 ഇല്ല. ഒരു വലിയ പട്ടണത്തിൽ 40 പേര് പോലും നന്നായിട്ട് നടക്കുന്നവരില്ല. ചോദിച്ചു 30. കുറച്ച് കഴിഞ്ഞപ്പോൾ സോറി ഒന്നും തോന്നില്ല, 20. അവസാനം പറയാം, ദൈവമേ, പൊടിയും ചാരവുമായി ഞാൻ നിന്നോട് ചോദിക്കാൻ മുതിർന്നല്ലോ, 10. പ്രിയപ്പെട്ടവരെ, ഈ 10 പേരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ നാട് നശിക്കുകയല്ല. പ്രാർത്ഥിക്കുന്ന ഒരു 10 പേരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ നാട്, ഇപ്പോഴും ഈ നാടിനെ നശിപ്പിക്കാതെ ദൈവം സൂക്ഷിക്കുന്നത് എന്താ? ഇപ്പൊ കൈപൊക്കിയില്ലേ കുറയണം. ഇതുങ്ങളുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ ദൈവം ഇപ്പോഴും സംരക്ഷണം തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിലാണ് റിമോട്ട്. അവൻ തീരുമാനിക്കും ചരിത്രം എങ്ങോട്ട് പോകണം, നാളെ എന്ത് നടക്കണം, നാളെ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് പ്രാർത്ഥിക്കുന്നവൻ തീരുമാനിക്കും. കാരണം അവൻ പറയുന്നത് പോലെ ദൈവം അനുസരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വചനം കൂടെ കണ്ടുകൊണ്ട് നിർത്തുകയാണ്. 1 സാമുവേൽ 12:23 വാക്യം. 1 സാമുവേൽ 12:23. സാമുവേൽ പ്രവാചകൻ
ദൈവജനത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നൊരു കാര്യമാണ്. സാമുവേൽ പ്രവാചകൻ വായിക്കാമോ? 1 സാമുവേൽ 12:23. നിങ്ങൾക്ക് വേണ്ടി തുടർന്നു പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്കിടവരുത്താതിരിക്കട്ടെ. അതായത് സാമുവേൽ ദീർഘദർശി ജനത്തോട് പറയുന്ന ഒരു വചനമാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. സാമുവേൽ ദീർഘദർശി പറയുകയാണ്, മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ജനമേ, നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ ഞാൻ പാപം ചെയ്യാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ കുർബാനയിലോ ആരാധനയിലോ വ്യക്തിപരമായ പ്രാർത്ഥനയിലോ ജപമാലയിലോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്ന ഞാൻ പാപം ചെയ്യുകയാണെന്നാണ് ബൈബിൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപം ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഞാൻ വിചാരിച്ച് പാപം ചെയ്യുന്ന വെള്ളം അടിക്കുന്ന അല്ലെങ്കിൽ തൊന്നു ഒഴിക്കണം, അതല്ല പാപം. അത് പാപമാണ്. പക്ഷേ ബൈബിളിൽ പാപം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാതിരുന്ന പാപമാണ്. മധ്യസ്ഥ പ്രാർത്ഥന നടത്താറ് നമ്മുടെ ജീവിതശൈലിക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, തകർന്നു പോകുന്നവർ, മരണാസന്നരായി കഴിയുന്നവർക്ക് വേണ്ടി, കഠിന പാപത്തിൽപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മൾ പാപമാണ് ചെയ്യുന്നത്. ബൈബിൾ പറയും പ്രാർത്ഥിച്ചില്ലെങ്കിൽ പാപമാണ്. ഹല്ലേലൂയ.